എജ്യൂകെസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. പീരിയോഡിക് ടേബിളിൽ ഏത് പീരീഡിലാണ് ഓക്സിജൻ്റെ സ്ഥാനം? 2. പീരിയോഡിക് ടേബിളിൽ ഓക്സിജൻ്റെ സ്ഥാനം 2 ആണ്. ഏത് പട്ടാള യൂണിറ്റിലാണ് മംഗൾ പാണ്ഡെ അംഗമായിരുന്നത്? 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി. ഏത് പട്ടാള യൂണിറ്റിലായിരുന്നു മംഗൾ പാണ്ഡെ അംഗമായിരുന്നത്? 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി. കേരളത്തിലെ രണ്ടാമത്തെയും മലബാറിലെ ആദ്യത്തെയും ഡീസൽ വൈദ്യുത നിലയം? നല്ലളം. നല്ലളം ഡീസൽ വൈദ്യുത നിലയമാണ് കേരളത്തിലെ രണ്ടാമത്തെയും മലബാറിലെ ആദ്യത്തെയും ഡീസൽ വൈദ്യുത നിലയം. മലബാർ ജില്ലാ ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് PT ഭാസ്കരപ്പണിക്കർ. PT ഭാസ്കരപ്പണിക്കർ ആയിരുന്നു മലബാർ ജില്ലാ ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? 1960 സെപ്റ്റംബർ 19. 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത്. ഇരുമ്പിൻ്റെ അഭാവം മൂലം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ അനീമിയ അല്ലെങ്കിൽ വിളർച്ച. അനീമിയ എന്നാണ് ഇരുമ്പിൻ്റെ അഭാവം മൂലം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ അറിയപ്പെടുന്നത്. കേരളത്തിലെ അധസ്ഥിതരെ അടിമസന്തതികൾ എന്ന് വിശേഷിപ്പിച്ചതാര്? ശ്രീ കുമാരഗുരുദേവൻ. ശ്രീ കുമാരഗുരുദേവനായിരുന്നു കേരളത്തിലെ അധസ്ഥിതരെ അടിമസന്തതികൾ എന്ന് വിശേഷിപ്പിച്ചത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ? കോൺവാലിസ് പ്രഭു. കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജം? സ്ഥിതികോർജം. വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഇന്ത്യയിൽ ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച നിയമം? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിലായിരുന്നു ഇന്ത്യയിൽ ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചത്. ബംഗാൾ കടുവ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആരായിരുന്നു? ബിപിൻ ചന്ദ്രപാൽ. ബിപിൻ ചന്ദ്രപാലാണ് ബംഗാൾ കടുവ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവ്. ഏത് കലാരൂപമാണ് പിൽക്കാലത്ത് കഥകളിയായി രൂപപ്പെട്ടത്? രാമനാട്ടം. രാമനാട്ടം എന്ന കലാരൂപമാണ് പിൽക്കാലത്ത് കഥകളിയായി രൂപപ്പെട്ടത്. ഹൈഡ്രജൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഡ്യൂട്ടീരിയം. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയമാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്. ആരുടെ രചനയാണ് അരനാഴിക നേരം? ആരുടെ രചനയാണ് അരനാഴിക നേരം? പാറപ്പുറത്ത്. പാറപ്പുറത്തിൻ്റെ യഥാർത്ഥ പേരാണ് KE മത്തായി. പാറപ്പുറത്തിൻ്റെ രചനയാണ് അരനാഴിക നേരം. മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവലായ സ്വർഗദൂതൻ രചിച്ചത്? പോഞ്ഞിക്കര റാഫി. പോഞ്ഞിക്കര റാഫിയാണ് മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവലായ സ്വർഗദൂതൻ രചിച്ചത്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിൽ. സെയിലിൻ്റെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ സോമ മണ്ഡൽ. സോമ മണ്ഡലായിരുന്നു സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിലിൻ്റെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ. പെട്രോളിൻ്റെ ഗുണം പ്രസ്താവിക്കുന്ന യൂണിറ്റ്? ഒക്ടേൻ നമ്പർ. ഒക്ടേൻ നമ്പർ എന്ന യൂണിറ്റിലാണ് പെട്രോളിൻ്റെ ഗുണം പ്രസ്താവിക്കുന്നത്. ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത്?
ലുധിയാന. ലുധിയാനയാണ് ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത്. മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ കെ ജയകുമാർ. കെ ജയകുമാർ ആയിരുന്നു മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ. ഒരു കാലത്ത് വള്ളുവ നഗരം എന്നറിയപ്പെട്ടിരുന്നത് അങ്ങാടിപ്പുറം. അങ്ങാടിപ്പുറമായിരുന്നു ഒരു കാലത്ത് വള്ളുവ നഗരം എന്ന് അറിയപ്പെട്ടിരുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സ്മരണാർത്ഥം ഡോക്ടർ കലാം സ്മൃതി ഇൻ്റർനാഷണൽ സയൻസ് ആൻഡ് സ്പേസ് മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? വെള്ളനാട്. തിരുവനന്തപുരത്തെ വെള്ളനാടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സ്മരണാർത്ഥം ഡോക്ടർ കലാം സ്മൃതി ഇൻ്റർനാഷണൽ സയൻസ് ആൻഡ് സ്പേസ് മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ആനിമേഷൻ്റെ പിതാവ്. ഇന്ത്യൻ ആനിമേഷൻ്റെ പിതാവ് റാം മോഹൻ. റാം മോഹനാണ് ഇന്ത്യൻ ആനിമേഷൻ്റെ പിതാവ്. അന്നനാളത്തിൻ്റെ ക്രമാനുഗതമായ തരംഗരൂപത്തിലുള്ള ചലനം പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് ആണ് അന്നനാളത്തിൻ്റെ ക്രമാനുഗതമായ തരംഗരൂപത്തിലുള്ള ചലനം. രക്തത്തിലെ പഞ്ചസാര ക്രമാതീതമായി കുറയുന്ന അവസ്ഥ ഹൈപ്പോഗ്ലൈസീമിയ. ഹൈപ്പോഗ്ലൈസീമിയയാണ് രക്തത്തിലെ പഞ്ചസാര ക്രമാതീതമായി കുറയുന്ന അവസ്ഥ അറിയപ്പെടുന്നത്. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയയാണ് പാലിനെ തൈരാക്കുന്നത്. കാറ്റിൻ്റെ ദിശ അറിയുന്നതിനുള്ള ഉപകരണം വിൻഡ് വെയിൻ. വിൻഡ് വെയിൻ എന്ന ഉപകരണമാണ് കാറ്റിൻ്റെ ദിശ അറിയുന്നതിനുള്ള ഉപകരണം. മാനസിക രോഗത്തിനുള്ള മരുന്നുകളെക്കുറിച്ചുള്ള പഠനം സൈക്കോഫാർമക്കോളജി. സൈക്കോഫാർമക്കോളജിയാണ് മാനസിക രോഗത്തിനുള്ള മരുന്നുകളെക്കുറിച്ചുള്ള പഠനം. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ 1924 നടന്ന സവർണ ജാഥ ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണ് നിവേദനം സമർപ്പിച്ചത്? സേതു ലക്ഷ്മിബായി. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ 1924 നടന്ന സവർണ ജാഥ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതു ലക്ഷ്മിബായിക്കായിരുന്നു നിവേദനം സമർപ്പിച്ചത്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണ് സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം എന്നത്. കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ നടത്തിയ സമരത്തിൻ്റെ പേര് മേച്ചിൽ പുല്ല് സമരം. മേച്ചിൽ പുല്ല് സമരമാണ് കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ നടത്തിയ സമരം. ഒന്നിനു പിറകെ ഒന്നായി റോക്കറ്റുകൾ തൊടുക്കാവുന്ന ഇന്ത്യൻ റോക്കറ്റ് സംവിധാനം പിനാക്ക. പിനാക്ക എന്ന റോക്കറ്റ് സംവിധാനമാണ് ഒന്നിനു പിറകെ ഒന്നായി റോക്കറ്റുകൾ തൊടുക്കാവുന്ന ഇന്ത്യൻ റോക്കറ്റ് സംവിധാനം. തെലുഗ് ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? കൃഷ്ണ. കൃഷ്ണ നദിയാണ് തെലുഗ് ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി. പോളിയോ വൈറസിനെ കണ്ടെത്തിയതാര്? പോളിയോ വൈറസിനെ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ, എർവിൻ പോപ്പർ. കാൾ ലാൻഡ്സ്റ്റൈനർ, എർവിൻ പോപ്പർ എന്നിവരായിരുന്നു പോളിയോ വൈറസിനെ കണ്ടെത്തിയത്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ് ദ്രോണാചാര്യ അവാർഡ്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി
കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റിയാണ് ചിത്രലേഖ. ചിത്രലേഖ ഫിലിം സൊസൈറ്റിയാണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്? ദിഹാങ്. ദിഹാങ് എന്ന പേരിലാണ് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത്. സെല്ലുലാർ ജയിലിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചത്? മൊറാർജി ദേശായി. 1979 ഫെബ്രുവരി 11 മൊറാർജി ദേശായിയാണ് സെല്ലുലാർ ജയിലിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചത്. കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ? ജോൺ മത്തായി. ജോൺ മത്തായി ആയിരുന്നു കേരള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ. ഇന്ത്യക്ക് ശേഷം മഹാത്മാഗാന്ധിയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് ഏത് രാജ്യത്തിൻ്റെ സ്റ്റാമ്പിലാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇന്ത്യക്ക് ശേഷം മഹാത്മാഗാന്ധിയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ സ്റ്റാമ്പിലായിരുന്നു. മഹാത്മാഗാന്ധിയുടെ വാർധ ആശ്രമത്തിൽ അന്തേവാസിയായിരുന്ന പിൽക്കാലത്ത് പ്രസിദ്ധനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്? എം.എൻ. ഗോവിന്ദൻ നായർ. മഹാത്മാഗാന്ധിയുടെ വാർധ ആശ്രമത്തിൽ അന്തേവാസിയായി പിൽക്കാലത്ത് പ്രസിദ്ധനായി തീർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എം.എൻ. ഗോവിന്ദൻ നായർ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെട്ടത്? പട്ടം എ താണുപിള്ള, സി കേശവൻ, ടി എം വർഗീസ്. പട്ടം എ താണുപിള്ള, സി കേശവൻ, ടി എം വർഗീസ് എന്നിവരായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെട്ടത്. ജർമ്മനിയിലെ ബെർലിനിൽ പ്രോ ഇന്ത്യ എന്ന പത്രം പ്രസിദ്ധീകരിച്ച മലയാളി വിപ്ലവകാരി? ചെമ്പക രാമൻപിള്ള. ചെമ്പക രാമൻപിള്ളയായിരുന്നു ജർമ്മനിയിലെ ബെർലിനിൽ പ്രോ ഇന്ത്യ എന്ന പത്രം പ്രസിദ്ധീകരിച്ച മലയാളി വിപ്ലവകാരി. 1936 നിലവിൽ വന്ന സി രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിലുള്ള മദിരാശി മന്ത്രിസഭയിൽ മലബാറിൻ്റെ പ്രതിനിധിയായി അംഗത്വം നേടിയത്? കോങ്ങാട്ടിൽ രാമൻ മേനോൻ. കോങ്ങാട്ടിൽ രാമൻ മേനോനായിരുന്നു 1936 നിലവിൽ വന്ന സി രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിലുള്ള മദിരാശി മന്ത്രിസഭയിൽ മലബാറിൻ്റെ പ്രതിനിധിയായി അംഗത്വം നേടിയത്. എസ്.എൻ. ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നങ്ങ്യാർകുളങ്ങര. ഹരിപ്പാടുള്ള നങ്ങ്യാർകുളങ്ങരയിലാണ് എസ്.എൻ. ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ പത്രാധിപരായ മലയാളി? ജോർജ് ജോസഫ്. ജോർജ് ജോസഫാണ് ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ പത്രാധിപരായ മലയാളി. കേരളത്തിൽ ആദ്യമായി ചുവരെഴുത്തുകളിലൂടെ സാമൂഹിക വിപ്ലവാഹ്വാനം നടത്തിയത്? കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താനായിരുന്നു കേരളത്തിൽ ആദ്യമായി ചുവരെഴുത്തുകളിലൂടെ സാമൂഹിക വിപ്ലവാഹ്വാനം നടത്തിയത്. കൊച്ചി രാജ്യത്തും തിരുക്കൊച്ചി സംസ്ഥാനത്തും മന്ത്രി പദവി വഹിച്ച സാമൂഹിക പരിഷ്കർത്താവ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനായിരുന്നു കൊച്ചി രാജ്യത്തും തിരുക്കൊച്ചി സംസ്ഥാനത്തും മന്ത്രി പദവി വഹിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത്? ശ്രീ കുമാരഗുരുദേവൻ. ശ്രീ കുമാരഗുരുദേവനായിരുന്നു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത്. മീസിൽസ്, അഞ്ചാം പനി എന്നറിയപ്പെടുന്ന രോഗം? മീസിൽസ് അഥവാ അഞ്ചാം പനി എന്നറിയപ്പെടുന്ന രോഗമാണ് റൂബിയോള. റൂബിയോളയാണ് മീസിൽസ് അഥവാ അഞ്ചാം പനി എന്നറിയപ്പെടുന്ന രോഗം. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ പട്ടി? ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യ പട്ടി സ്നൂപ്പി. സ്നൂപ്പി എന്ന പട്ടിയായിരുന്നു ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യ പട്ടി. രോഗാണുവിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവ്? രോഗാണുവിമുക്ത
ശസ്ത്രക്രിയയുടെ പിതാവ്? ജോസഫ് ലിസ്റ്റർ. ജോസഫ് ലിസ്റ്ററാണ് രോഗാണുവിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവ്. യൂക്കാലിപ്റ്റസ് മരത്തിൻ്റെ ഇലകൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവി? കോല. കോല എന്ന ജീവിയാണ് യൂക്കാലിപ്റ്റസ് മരത്തിൻ്റെ ഇലകൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവി. മുന്നോട്ടും പിറകോട്ടും പറക്കാൻ കഴിവുള്ള പക്ഷി ഏതാണ്? ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡിനാണ് മുന്നോട്ടും പിറകോട്ടും പറക്കാൻ കഴിവുള്ളത്. നിരണം കവികൾ എന്നറിയപ്പെട്ടത് ആരെല്ലാം? നിരണം കവികൾ എന്നറിയപ്പെട്ടത് മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ. മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ എന്നിവരാണ് നിരണം കവികൾ എന്നറിയപ്പെട്ടത്. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതായിരുന്നു? മീഥൈൽ ഐസോസൈനേറ്റ്. മീഥൈൽ ഐസോസൈനേറ്റ് എന്ന രാസവസ്തുവായിരുന്നു ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായത്. ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. രാഷ്ട്രീയ യാചകർ എന്നറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വിഭാഗം? മിതവാദികൾ. മിതവാദികളാണ് രാഷ്ട്രീയ യാചകർ എന്നറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വിഭാഗം. ലോകത്താദ്യമായി റോബോട്ടിന് പൗരത്വം നൽകിയ രാജ്യം? സൗദി അറേബ്യ. 2017 സൗദി അറേബ്യയായിരുന്നു ലോകത്താദ്യമായി ഒരു റോബോട്ടിന് പൗരത്വം നൽകിയത്. ഇന്ത്യയിൽ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്? തിത്തൽ. ഗുജറാത്തിലെ തിത്തൽ ബീച്ചാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം? ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് ആണ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം. ഇന്ത്യയിൽ ഏറ്റവും അധികം മാലിന്യം പുറന്തള്ളുന്ന സംസ്ഥാനം? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം മാലിന്യം പുറന്തള്ളുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം? മണിപ്പൂർ. മണിപ്പൂറാണ് ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സന്തോഷ് ട്രോഫി നേടിയ സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം സന്തോഷ് ട്രോഫി നേടിയ സംസ്ഥാനം. ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്ത തമിഴ് ഗാനത്തിൻ്റെ രചയിതാവ്? സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയാണ് ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്ത തമിഴ് ഗാനത്തിൻ്റെ രചയിതാവ്. കവരത്തിക്ക് മുമ്പ് ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനമായിരുന്നത്? കോഴിക്കോട്. കോഴിക്കോടായിരുന്നു കവരത്തിക്ക് മുമ്പ് ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനമായിരുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ജോർജ് വിറ്ററ്റ്. ജോർജ് വിറ്ററ്റ് ആണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത്. തെക്കേ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലായി ചിതറിക്കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം? പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയാണ് തെക്കേ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലായി ചിതറിക്കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് നിർമ്മിക്കുന്ന പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം? കൂനൂർ. കൂനൂറാണ് പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് നിർമ്മിക്കുന്ന പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. ഏറ്റവും കൂടുതൽ കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കേരള സർവകലാശാല? കാലിക്കറ്റ് സർവകലാശാല. കാലിക്കറ്റ് സർവകലാശാലയാണ് ഏറ്റവും കൂടുതൽ കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കേരളത്തിലെ സർവകലാശാല. ദർപ്പണ എന്ന പേരിൽ നൃത്തവിദ്യാലയം ആരംഭിച്ചതാര്? മൃണാളിനി സാരാഭായി. മൃണാളിനി സാരാഭായിയാണ് ദർപ്പണ എന്ന പേരിൽ നൃത്തവിദ്യാലയം
ആരംഭിച്ചത്? ഭൂമിയുടെ ഏത് പ്രത്യേകതയാണ് അതിനെ സൗരവാതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത്? ഭൂമിയുടെ കാന്തിക മണ്ഡലം. ഭൂമിയുടെ കാന്തിക മണ്ഡലമാണ് അതിനെ സൗരവാതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത്. അന്തരീക്ഷത്തിൻ്റെ 78% ഏത് വാതകമാണ്? നൈട്രജൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ 78% നൈട്രജൻ വാതകമാണ്. അതിരാണിപ്പാടത്തിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്? എസ്.കെ. പൊറ്റക്കാട്ട്. എസ്.കെ. പൊറ്റക്കാട്ടാണ് അതിരാണിപ്പാടത്തിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ബ്രിട്ടീഷ് പട്ടാള മേധാവി സർ ഹ്യൂ റോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഝാൻസി റാണി. ഝാൻസി റാണിയെയായിരുന്നു വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ബ്രിട്ടീഷ് പട്ടാള മേധാവി സർ ഹ്യൂ റോസ് വിശേഷിപ്പിച്ചത്. കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം? കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം നിലമ്പൂർ. നിലമ്പൂരാണ് കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം. ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? കെ.എം. മുൻഷി. കെ.എം. മുൻഷിയായിരുന്നു ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം? എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം. നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയും മുമ്പേ ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചതാര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയും മുമ്പേ ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത്. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത ശേഷം ഉപ്പു സത്യാഗ്രഹം നയിച്ചത് ആരായിരുന്നു? അബ്ബാസ് ത്യാബ്ജി. അബ്ബാസ് ത്യാബ്ജി ആയിരുന്നു ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത ശേഷം ഉപ്പു സത്യാഗ്രഹം നയിച്ചത്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് ആര്? നാനാ സാഹിബ്. നാനാ സാഹിബാണ് 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത്. ലാൽ ബഹാദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് നഗരത്തിലാണ്? വാരാണസി. ലാൽ ബഹാദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം വാരാണസിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ ചിത്രക്കോട് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഇന്ദ്രാവതി. ഇന്ദ്രാവതി നദിയിലാണ് പ്രശസ്തമായ ചിത്രക്കോട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഓസോൺ പാളിയുടെ സാന്ദ്രത അളക്കുന്ന യൂണിറ്റ്? ഡോപ്സൺ. ഓസോൺ പാളിയുടെ സാന്ദ്രത അളക്കുന്ന യൂണിറ്റാണ് ഡോപ്സൺ. ഭൂമി ഏത് ദിശയിലാണ് സൂര്യനെ ഭ്രമണം ചെയ്യുന്നത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് സൂര്യനെ ഭ്രമണം ചെയ്യുന്നത്. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ 100 മില്ലി രക്തത്തിൽ എത്ര ഗ്രാം ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കും? 12 മുതൽ 16 ഗ്രാം. 12 മുതൽ 16 ഗ്രാം വരെയായിരിക്കും ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ 100 മില്ലി രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ്. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു വിളിച്ചിരുന്ന പേര്? പെരിയസ്വാമി. പെരിയസ്വാമി എന്നായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു വിളിച്ചിരുന്നത്. ലോകത്ത് ആദ്യമായി പൗരത്വം ലഭിച്ച റോബോട്ട്? സോഫിയ. സോഫിയ എന്നാണ് ലോകത്ത് ആദ്യമായി പൗരത്വം ലഭിച്ച റോബോട്ട്. ആദ്യത്തെ വേദം? ആദ്യത്തെ വേദമാണ് ഋഗ്വേദം. ഋഗ്വേദമാണ് ആദ്യത്തെ വേദം. മലബാർ ഇക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചത്? ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആയിരുന്നു മലബാർ ഇക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചത്. ഇന്ത്യയിൽ നിലവിലുള്ളതിൽ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ ഏതാണ്? നീലഗിരി മൗണ്ടൻ ട്രെയിൻ.
നീലഗിരി മൗണ്ടൻ ട്രെയിനാണ് ഇന്ത്യയിൽ നിലവിലുള്ളതിൽ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ. വംശനാശ ഭീഷണി നേരിടുന്ന ഹങ്കുൾ മാനുകളെ, കശ്മീർ സ്റ്റഗുകളെ സംരക്ഷിക്കുന്ന പ്രശസ്തമായ ദേശീയോദ്യാനം ഏതാണ്? ദച്ചിഗാം നാഷണൽ പാർക്ക്. ദച്ചിഗാം നാഷണൽ പാർക്കാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഹങ്കുൾ മാനുകൾ അഥവാ കശ്മീർ സ്റ്റഗുകളെ സംരക്ഷിക്കുന്ന പ്രശസ്തമായ ദേശീയോദ്യാനം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത കെ ഉഷ. കെ ഉഷയാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ്. ടാനിക് ആസിഡാണ് തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക് ഏത് നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ്? പാസ്കൽ നിയമം. വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക് പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ്. സസ്യങ്ങളിൽ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ്. സെല്ലുലോസാണ് സസ്യങ്ങളിൽ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം. കേരളത്തിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ജയിച്ച് നിയമസഭാംഗമായ വ്യക്തി കെ.എം. മാണി. കെ.എം. മാണിയാണ് കേരളത്തിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ജയിച്ച് നിയമസഭാംഗമായ വ്യക്തി. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത്? കെയ്സിൻ. കെയ്സീനാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. രക്തം കട്ടപിടിക്കാതിരിക്കാൻ ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ്. സോഡിയം സിട്രേറ്റ് ആണ് രക്തം കട്ടപിടിക്കാതിരിക്കാൻ ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്ന രാസവസ്തു. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏത്? രോഹിണി. രോഹിണിയാണ് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.